സഭ ഗൗരീശ്വര ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് പത്രസമ്മേളനം നടത്തി. വിജ്ഞാനവർദ്ധിനി സഭ പ്രസിഡന്റ് കെ പരമേശ്വരൻ, സെക്രട്ടറി ഷെല്ലി സുകുമാരൻ, ട്രഷറർ റെജി ഓടാശ്ശേരി, ദേവസ്വം മാനേജർ കെ രാജൻ, SNDP യോഗം ഡയറക്ടർ ബോർഡ് അംഗം KP ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇപ്രാവശ്യത്തെ നമ്മുടെ ഉത്സവം ഈ ഹൈക്കോടതിയുടെ ഒരു വിധിയുണ്ടായിരുന്നു. അത് ചോദ്യം ചെയ്തുകൊണ്ട് തൃശ്ശൂർ ഉള്ള ആളുകൾ പോയി സുപ്രീം കോടതിയിൽ നിന്ന് അത് സ്റ്റേ ചെയ്യിപ്പിച്ചു. എന്നാൽ അതിൻ്റെ അമർഷമൊക്കെ തീർന്നിട്ടില്ല. ഹൈക്കോടതി ഇപ്പോഴും നിർത്തി ചോദിച്ചുകൊണ്ടിരിക്കുക. അത് സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം കൂടി പറഞ്ഞ് നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യം ഇടപെടണ്ട, അത് ഞങ്ങൾ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. ആ തീരുമാനം മുന്നോട്ട് പോയാൽ മതി, ബാക്കിയൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാമെന്നാണ് പറയുന്നത്. അപ്പം അതനുസരിച്ച് ഇപ്രാവശ്യം ആനയുടെ കാര്യത്തിലാണെങ്കിൽ ഒരു 15 ആനയാണ് പറ്റുള്ളൂ എന്നുള്ള നിലയിൽ ആണ് അവർ നിൽക്കുന്നത്. ഞങ്ങൾ 23 ആനയ്ക്ക് എഴുതി കൊടുത്തത് 15 കൂടുതൽ തരില്ല എന്നുള്ളൊരു മനോഭാവമാണ് എടുക്കുന്നത്. അതുപോലെ വെടിക്കെട്ടുകളൊന്നും നടത്താൻ പറ്റില്ല, അതൊന്നും അനുവദനീയമല്ല. അപ്പം അതുകൊണ്ട് വേറെ ഇത് ചെയ്തിട്ടുണ്ടെന്ന് കുറേ കലാപരിപാടികൾ കൂട്ടിയിട്ടുണ്ട്. 2 പേരെ നിവൃത്തിയില്ല. എല്ലാ ദിവസവും പരിപാടികളുണ്ട്. ക്ഷേത്രാചാരങ്ങളെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ പരിപാടികൾ, മെഗാ ഷോ ഒക്കെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ആ രീതിയിലേക്ക് കാര്യങ്ങളെല്ലാം കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ നമ്മൾ മറ്റ് എല്ലാ കാര്യങ്ങളിലും മുൻപതിവ് പോലെ കമ്മിറ്റിക്കാർ ചെയ്ത് തീർത്തിട്ടുണ്ട്. ഇനി വേറെ കൂടുതലൊന്നും ചെയ്യാനില്ല. ഞങ്ങളൊക്കെ സാധ്യമാകുന്നതൊക്കെ ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങളുടെ എല്ലാം സഹകരണവും ഇതൊക്കെ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു. നമസ്കാരം. ഫെബ്രുവരി 4-ാം തീയതി കൊടിയേറ്റത്തോടുകൂടി എല്ലാ വർഷത്തെ പോലെ തന്നെ നമ്മൾ സമുചിതമായിട്ട് കൊണ്ടാടുകയാണ്. ഫെബ്രുവരി 4-ാം തീയതി 11 മണി മുതൽ ഏകദേശം 10,000-ൽ പരം ഭക്തജനങ്ങൾക്കായിട്ട് ഒരു പ്രസാദൂട്ട് നടത്തുന്നുണ്ട്. ഈ വർഷം ഉത്സവത്തോടനുബന്ധിച്ച് കഴിഞ്ഞ പൊതുയോഗത്തിൽ കൈക്കൊണ്ടിട്ടുള്ള ഒരു വലിയൊരു തീരുമാനമായിരുന്നു പുരുഷന്മാർക്ക് മേൽവസ്ത്രം ധരിച്ച് ക്ഷേത്രപ്രവേശനം നടത്താമെന്നുള്ളത്. അത് ഇപ്രാവശ്യം കൊടിയേറ്റത്തിൻ്റെ അന്ന് വൈകിട്ട് 4 മണിക്ക് ശിവേരി മഠാധിപതി ആയിട്ടുള്ള ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികളുടെ ഔപചാരികമായ ഉദ്ഘാടനത്തോടുകൂടിയാണ് അത് ആരംഭിക്കുന്നത് തന്നെ. വൈകിട്ട് 8-നും 8:30-ക്കിടയിലായിട്ട് പറവൂർ രാകേഷ് തന്ത്രികളുടെ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റം നടത്തുന്നത്. മറ്റുള്ള ദിവസങ്ങളിൽ, തുടർന്നുള്ള ദിവസങ്ങളിൽ ക്ഷേത്രകലകളെല്ലാം തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പരമാവധി. കഥകളി, ഓട്ടംതുള്ളൽ, ചാക്യാർകൂത്ത്, സോപാന നൃത്തം, അതേപോലെ ആത്മീയ പ്രഭാഷണങ്ങൾ, നാരായണീയ പാരായണം, ഗുരുദേവ മീമാംസ പരിഷത്തിൻ്റെ പരിപാടികൾ, അതുപോലുള്ള കാര്യം. പിന്നെ മറ്റുള്ള പരിപാടികൾ എന്ന് പറയുന്നത് നാടകമുണ്ട്, ഗാനമേളയുണ്ട്, നൃത്തസംഗീത പരിപാടികളുണ്ട്, കോമഡി ഷോയുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കുന്നുണ്ട്. കൂടാതെ ഏകദേശം 10-ാം തീയതി വൈകിട്ട് ഒരു സാംസ്കാരിക സമ്മേളനം നടത്തുന്നുണ്ട്. ആ സാംസ്കാരിക സമ്മേളനത്തിൽ വിശിഷ്ടാതിഥികളായിട്ട് വരുന്നത്, ഉദ്ഘാടനം ചെയ്യുന്നത് പ്രശസ്ത ഗാനരചയിതാവായ വയലാർ ശരത്ചന്ദ്രവർമ്മയാണ്. അന്ന് മുഖ്യപ്രഭാഷണം നടത്തുന്നത് പായിപ്ര രാധാകൃഷ്ണൻ എന്ന് പറയുന്ന സാറാണ്. അന്ന് വിശിഷ്ട വ്യക്തിത്വങ്ങളെ കൂടി ആദരിക്കുന്ന ചടങ്ങ് ഈ കൂട്ടത്തിൽ നടത്തുന്നുണ്ട്. കലോത്സവ വേദികളിലൊക്കെ 1-ാം സ്ഥാനം ലഭിച്ചിട്ടുള്ള, കേരളത്തിൽ 1-ാം സ്ഥാനം ലഭിച്ചിട്ടുള്ള 2-3 കുഞ്ഞുങ്ങളുണ്ട്, വിദ്യാർത്ഥികളുണ്ട്. ആ വിദ്യാർത്ഥികളെ കൂടാതെ തന്നെ സാമൂഹ്യ രംഗത്തും ബിസിനസ് രംഗത്തൊക്കെ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള കുറച്ച് വ്യക്തികളെയും കൂടി വിജ്ഞാനവർദ്ധിനി സഭ ഈ വർഷത്തെ സാംസ്കാരിക സമ്മേളനത്തിന് ആദരിക്കും. ഇതാണ് ചടങ്ങ്. പിന്നെ ഉത്സവത്തോടനുബന്ധിച്ചെന്ന് പറയുന്നത് നമ്മൾക്ക് എല്ലാ ക്ഷേത്രത്തിലെയും പോലെയല്ല. നമ്മുടെ ക്ഷേത്രത്തിൽ 2 തിടമ്പുകൾ, ഭഗവാന്റെ 2 തിടമ്പുകളാണ് ഏറ്റുന്നത്. ഒന്ന് മഹാദേവൻ്റെയും ഒന്ന് സുബ്രഹ്മണ്യ ഭഗവാന്റെയും.
അതുകൊണ്ട് തന്നെ 2 ആനകളെ തന്നെയാണ് നമുക്ക് നടപ്പന്തലിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് ഒരേ സമയം നമുക്ക് എഴുന്നള്ളത്തിന് തുടക്കം കുറിക്കുന്നത്. സാധാരണ മത്സരം എന്ന് പറയുന്നത് ഒരു തിടമ്പിന് വേണ്ടി 2 ആനകളെ കൊണ്ടുവന്നിട്ടുള്ള മത്സരമാണ് സാധാരണ നടക്കുന്നത്. ഇപ്രാവശ്യം അങ്ങനെ മത്സരങ്ങളൊന്നുമില്ല. പകരം ഈ 2 തിടമ്പുകൾ ഏറ്റുന്ന ചടങ്ങാണ് അവിടെ നടക്കുന്നത്. ഗവൺമെൻറ് പറയുന്ന രീതിയിലുള്ള ആ പ്രോട്ടോക്കോൾ അനുസരിച്ചിട്ട് തന്നെയാണ് അവിടെ കാര്യങ്ങൾ നടക്കുന്നത്. കേരളത്തിലെ ഏറ്റവും ഭംഗിയാർന്നതും ലക്ഷണമൊത്തുള്ള 2 ഗജവീരന്മാരെയാണ് ഈ വിഷയത്തിലേക്ക് വേണ്ടി നമ്മൾ ക്ഷണിക്കുന്നത്. 2 ചേരുവാരങ്ങളിൽ നിന്നുമായിട്ടാണ് എടുക്കുന്നത്. അതുകൂടാതെ തന്നെ ചൊവ്വലൂർ സുനിലിൻ്റെ പ്രമാണത്തിലാണ് ഈ വർഷത്തെ നമ്മൾക്ക് മേളം കൊള്ളുന്നത്. അതിനോടൊപ്പം തന്നെ പരമ്പരാഗതമായിട്ടുള്ള രമേഷ് ദേവപ്പൻ എന്ന് പറയുന്ന ചെറായി രമേഷ് ദേവപ്പൻ്റെ പ്രമാണം കൂടി അതിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഹരിത പ്രോട്ടോക്കോൾ അനുസരിച്ചിട്ടാണ് നമ്മൾ ഇപ്രാവശ്യം ഉത്സവത്തിന് എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കിയെടുത്തിരിക്കുന്നത്. പ്രാധാന്യം അർഹിക്കുന്നത് സ്വയം സംരംഭക തൊഴിൽ വ്യവസായത്തെ കൂടി പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ വിജ്ഞാനവർദ്ധിനി സഭ അതിനകത്ത് ഒരു മുൻകൈ എടുത്തിട്ടുണ്ട്. പാള പ്ലേറ്റിലാണ് ഈ പ്രാവശ്യം പ്രസാദകൂട്ടും നമ്മൾ നടത്തുന്നത്. കഴിഞ്ഞ വർഷത്തേതുപോലെയല്ല, പാള പ്ലേറ്റിലാണ്. അത് വളരെ ഹൈജീനിക് ആയിട്ടുള്ളതാണ്. പിന്നെ പരിസ്ഥിതിക്ക് യാതൊരു രീതിയിലുള്ള ലംഘനങ്ങളും വരുത്താത്തൊരു രീതിയാണ് അതിനകത്ത് ഞങ്ങൾ അവലംബിച്ചിട്ടുള്ളത്. അതുകൂടാതെ തന്നെ ഹരിത പ്രോട്ടോക്കോൾ അനുസരിച്ചിട്ട് ജൈവ മാലിന്യങ്ങളും ഖരമാലിന്യങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും വെവ്വേറെ വേർതിരിച്ചിടുന്നതിനായിട്ട് വിവിധ സ്ഥലങ്ങളിലായിട്ട് ഡസ്റ്റ്ബിൻ അതേപോലുള്ള കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. പിന്നെ മറ്റുള്ള എല്ലാ രീതിയിലും ട്രാഫിക്കിനുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാനായിട്ട് പരിപൂർണമായ ഒരു ജാഗ്രത ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഒത്തിരി വോളണ്ടിയേഴ്സിൻ്റെ സേവനം നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പുറത്തുനിന്നുള്ളവരായാലും അതേപോലെ സഭാംഗങ്ങളുടെ ഭാഗത്തു നിന്നായാലും ആ സേവനം നമ്മൾ ഇതിനകത്ത് ഉൾക്കൊള്ളിക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ പൂയത്തിൻ്റെ അന്ന് കാവടികളെ കുറിച്ച് പ്രത്യേക ഒരു പരാമർശം വേണമെന്ന് ആഗ്രഹിക്കുന്നു. കാരണം വെച്ചാൽ സാധാരണ രീതിയിൽ ആ കാവടികളെക്കുറിച്ച് കാര്യമായിട്ട് പറയാറില്ല. കാവടി കാലത്ത് ഉള്ളത് ശ്രീ പഴനിയാണ്ടവ കാവടി സംഘം ഇടവനക്കാട്, അവിടെ നിന്നാണ് കാലത്ത് 10 മണിക്കുള്ളൊരു കാവടി ഘോഷയാത്ര. അതേപോലെ വൈകിട്ടുള്ള ഭസ്മക്കാവടി ഘോഷയാത്ര ശ്രീ ഗൗരീശ്വര വിലാസം കാവടി സംഘം വടക്കുംഭാവം അവരെയാണ്. അതേപോലെ തന്നെ ആ കാവടിയെ കൂടാതെ തന്നെ നമ്മൾ ഈ കൊടിയേറ്റത്തിൻ്റെ അന്ന് വൈകിട്ട് ഒരു കൊടിയേറ്റ കാവടിയുണ്ട്. അത് ശ്രീ ഗൗരീശ്വര കൊടിയേറ്റ കാവടി സംഘത്തിൻ്റേതാണ്. അങ്ങനെ 3 കാവടികളും കൂടി ഇതിനകത്ത് പ്രാധാന്യം അറിയിക്കുന്ന രീതിയിലാണ് പ്രാവശ്യം എല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. മറ്റു പരിപാടികളെല്ലാം സാധാരണഗതിയിൽ തന്നെ നേരത്തെ പ്രസിഡന്റ് പറഞ്ഞ പോലെ തന്നെ എല്ലാ രീതിയിലുള്ള പ്രൗഢഗംഭീരമായ എല്ലാ ഭാഗത്തു നിന്നുള്ള ഇത് ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഇപ്രാവശ്യ ഉത്സവം കൊണ്ടാടുന്നത്. നമ്മൾ പ്രസാദ വിതരണം തുടങ്ങുന്ന അന്ന് തുടങ്ങി, അതായത് രാവിലെ തുടങ്ങി അവസാനിക്കുന്ന 13-ാം തീയതി കൊടിയിറങ്ങുന്ന ആ സമയം വരെയുള്ള ഇൻഷുറൻസ് പദ്ധതികളിലും നമ്മുടെ ക്ഷേത്രവും ഏകദേശം 5 കിലോമീറ്റർ ചുറ്റളവിലായിട്ട് അതിൻ്റെ പരിധി നിശ്ചയിച്ചുകൊണ്ട് തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇൻഷുറൻസ് 55 ലക്ഷം രൂപയ്ക്കാണ് ഇപ്പോൾ ഇൻഷുറൻസ് ചെയ്തിരിക്കുന്നത്. ഫുഡും വരുന്നുണ്ട്, ഫുഡ് പോയ്സൺ അതേപോലുള്ള കാര്യങ്ങളിലൊക്കെ വരുന്നുണ്ട്. പിന്നെ അന്ന് പ്രസാദകൂട്ടിൻ്റെ അന്ന് തുടങ്ങി അവസാനിക്കുന്ന ദിവസം വരെ. കാരണം വെച്ചാൽ അതിനിടയ്ക്ക് ഒരാനയുടെ ശിവേലി എല്ലാ ദിവസവും ഉള്ളത്. അപ്പോൾ 2 ആനനെ കൊണ്ടുപോയി നമ്മൾ നടപ്പന്തലിൽ നിർത്തിയിട്ടാണ്. അതിനകത്ത് ഏറ്റവും ലക്ഷണമൊത്തുള്ള ആനയ്ക്ക് ഭഗവാൻ ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയുടെ തിടമ്പും. ഒത്തതെന്ന് പറയുന്നത് സഭാ കമ്മിറ്റിയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും ചേരുവാരങ്ങളുടെയും കൂടി അധികൃതരാണ് തീരുമാനിക്കുന്നത്.